കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളെ നാട്ടിൽ ഈ ഇടത് ലിബറൽ വാദികളും അതുപോലെ തന്നെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇവിടുത്തെ രാജ്യദ്രോഹികളെയും തീവ്രവാദികളെയും വളർത്തുന്ന കേരളത്തിലെ മനോഭാവം ഇതൊരു വലിയ അപകടകരമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാനൊരു പഴയ വാർത്ത ജസ്റ്റ് ഒന്ന് വായിക്കാം. ഈ വാർത്ത വായിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരുപക്ഷെ നമ്മുടെ നാട്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ യഥാർത്ഥ അപകടം നമുക്ക് മനസ്സിലാവുന്നത്. RS 15,000 കോടി ഡ്രഗ്സ് സീസ്ഡ് ഫ്രം ഷിപ്പ് ഓഫ് കേരള കോസ്റ്റ് ഇൻ റെക്കോർഡ് ഹാൾ Kochi, in what may be the largest ever drug haul in the country. The Narcotics Control Bureau, in a joint operation with the Indian Navy, seized around 2,500 kg of high-grade methamphetamine worth Rs 15,000 crore from a mothership passing through the Arabian Sea of Kerala coast. ഇതിന്റെ ഡീറ്റെയിൽ വാർത്ത നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും, യൂട്യൂബിൽ കിട്ടും. പാകിസ്ഥാനിൽ നിന്ന് വന്ന 2,500 കിലോഗ്രാം എന്ന് പുതിയ തലമുറ വിശേഷിപ്പിക്കുന്ന മെത്താഫെറ്റമിൻ അല്ലെങ്കിൽ MDMA ഉൾപ്പെടുന്ന രാസലഹരികൾ 2,500 കിലോഗ്രാം 2023 ഏകദേശം 15,000 കോടി രൂപ വില വരുന്ന മയക്കുമരുന്നുകൾ ഇന്ത്യയിലെ മറ്റൊരു പ്രദേശത്ത് നിന്നുമല്ല ഇന്ത്യൻ നേവിയും NCBയും കൂടെ ചേർന്ന് പിടിച്ചത്, കൊച്ചിയുടെ തീരത്ത് നിന്നാണ്. എന്തുകൊണ്ടായിരിക്കും ഇത് കേരളത്തിലേക്ക് വരുന്നത്? പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി പലവിധ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പണ്ട് കാശ്മീർ വഴിയുള്ള ഒരു ഓപ്പറേഷൻ പാകിസ്ഥാൻ നടത്തിയിരുന്നു. BJPയുടെ ശക്തമായിട്ടുള്ള ഇടപെടലും ഇന്ന് കാശ്മീരിനെ ഒരുപാട് സ്വതന്ത്രമാക്കിയിരിക്കുന്നു, ഒരുപാട് മുക്തമാക്കിയിരിക്കുന്നു എന്നത് കാശ്മീരിൽ പോയിട്ടുള്ളവർക്കും BJPയെ എതിർത്ത് സംസാരിക്കുന്നവർക്ക് പോലും യാഥാർത്ഥ്യപരമായി ചിന്തിച്ചാൽ അറിയാവുന്നതാണ്. കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒരുപാട് നിയന്ത്രിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇന്ന് ഇന്ത്യയിലെ തന്നെ തീവ്രവാദികളുടെ ഒരു ഹബ്ബായിട്ട് തീവ്രവാദികൾ കാണുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റിയെടുക്കുന്നതിൽ കേരളത്തിലെ ഈ ഇടത് ബുദ്ധിജീവികളും ഇവിടുത്തെ മാധ്യമങ്ങളും, അതാ ഞാൻ പറയുന്നത്, BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിങ്ങൾ എതിർത്തോ. BJP രാഷ്ട്രീയപരമായിട്ട് എനിക്കും എതിർക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ആയിരിക്കണമായ എതിർപ്പ്. അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തെ നശിപ്പിക്കും വിധം, ഈ രാജ്യത്തിൽ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കും വിധം, ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ നശിപ്പിക്കും വിധം, ഈ രാജ്യത്തിന്റെ കാഴ്ചപ്പാടുകളെ നശിപ്പിക്കും വിധം കേവലം രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ രാജ്യദ്രോഹികൾക്കാണ്. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അഖിൽ മാരാറ് സകലതും വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ലഹരിക്കെതിരെ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആ ലഹരി എവിടെ നിന്ന് വരുന്നു, ആർക്ക് വേണ്ടി വരുന്നു, ഇതെങ്ങനെ ഇത്രത്തോളം വ്യാപകമായി നമ്മുടെ കേരളത്തിൽ എന്നത് ഇവിടെ പലരും പറയാൻ മടിച്ചോണ്ടിരിക്കുമ്പോൾ അഖിൽ മാരാറ് വെട്ടി തുറന്നു പറഞ്ഞിരിക്കുന്നു. നമ്മളും ഇത് തന്നെയാണ് നിരന്തരം മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ കേരളത്തില് തീവ്രവാദ അനുകൂലികള്, ജിഹാദികള് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? അദ്ദേഹം കൃത്യമായിട്ടൊരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ രാഷ്ട്രീയമായിട്ട് വിമർശിച്ചോളൂ, പക്ഷെ അത് രാഷ്ട്രീയമായിട്ട് മാത്രമേ വിമർശിക്കാവൂ. അത് രാജ്യത്തിനെ എതിർക്കുന്ന, രാജ്യത്തിനെ നശിപ്പിക്കുന്ന, രാജ്യത്തെ പുതുതലമുറയെ നശിപ്പിക്കുന്ന, രാജ്യത്തിന്റെ പൈതൃകത്തെ നശിപ്പിക്കുന്ന, രാജ്യത്തിന്റെ പാരമ്പര്യത്തെ നശിപ്പിക്കുന്ന, രാജ്യത്തിന്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന അത്തരം ആളുകൾക്കുള്ള പിന്തുണയാവരുത്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ, പ്രധാനമായിട്ടും നമ്മുടെ കേരളമാണ് ഇപ്പോ തീവ്രവാദികൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അത് ഇന്നും ഇന്നലെയല്ല, കുറച്ചായിട്ട് ഇപ്പോ കേരളം കൃത്യമായിട്ട് തീവ്രവാദികൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അഖിൽ മാരാർ കൃത്യമായിട്ട് ഒരു തെളിവ് വെച്ചത് നിങ്ങൾ കണ്ടില്ലേ? 15,000 കോടിയുടെ ഡ്രഗ്സ്, ലഹരി നമ്മുടെ കേരളത്തിന്റെ തീരത്ത് നിന്നാ പിടിച്ചെടുത്തിട്ടുള്ളത്. അപ്പം എത്രത്തോളം ലഹരികള് നമ്മുടെ കേരളത്തിലേക്ക് പല വിധത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് ഇത് കശ്മീർ വഴി എത്തിക്കാനായിരുന്നു പാകിസ്ഥാന് നിരന്തരം ശ്രമിച്ചത്. എന്നാൽ ഇന്നത്, ഈ കാലഘട്ടത്തിൽ അത് കേരളം വഴി എത്തിക്കാൻ ഒരു ശ്രമം തുടങ്ങിയിരിക്കുന്നു. കാരണം എന്താ? കേരളത്തില് ഇതിനുള്ള അനുകൂല സാഹചര്യമുണ്ട്. ഇവിടെ ഹമാസിനെ അനുകൂലിച്ച്, ഹിസ്ബുള്ളയെ അനുകൂലിച്ച്, ഹൂത്തിയെ അനുകൂലിച്ച് തീവ്രവാദികൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക നമ്മുടെ കേരളത്തില്. നമ്മൾ ഇവിടെ ലഹരിക്കെതിരെയുള്ള ചർച്ച നടത്തുമ്പോൾ അതിന്റെ കാരണക്കാരാണ്, അതെവിടെ നിന്നാണ് വരുന്നത്, അതിന്റെ ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ തന്നെ തകർക്കുകയാണ് എന്നുള്ളത് സകല ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയണം. ഇവിടെ ഹമാസിന് പിന്തുണ കൊടുത്ത് മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത്, അതേപോലെ തന്നെ ഇടതുപക്ഷവും കോൺഗ്രസും ഓരോ ഭാഗത്തും ശക്തമായിട്ട് ഹമാസ് പോലെയുള്ള ഒരു ഭീകര സംഘടനയെ പിന്തുണയ്ക്കുക.
പക്ഷെ ഇതൊക്കെ തന്ത്രപരമായിട്ടായിരിക്കും, പലസ്തീന് പിന്തുണയായിരിക്കും. പക്ഷെ അത് ഹമാസിനാണ് കൊടുക്കുന്നത്. മനുഷ്യത്വം പറയുന്നവർ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഉയർത്തേണ്ടേ? ഇവിടെ അഖിൽ മാരാര് പറയുന്ന വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ കേരളത്തില് വലിയ രീതിയിൽ തീവ്രവാദത്തിന് വളം വെച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരിക്കുന്നു. അതിവിടുത്തെ പ്രധാന പാർട്ടികൾ കൂടിയാണ് എന്നുള്ളതാ സകലരും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടത്. ഇതൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ കേരളത്തിലെ സകല സാധാരണ മുസ്ലിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ വളരെ വലിയ രീതിയിൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാ വന്നെത്തിയിട്ടുള്ളത്. ലോകം മൊത്തം തീവ്രവാദം വളർത്തുന്ന ഏതൊരു രാജ്യത്ത് ജിഹാദികൾ തീവ്രവാദം വളർത്താൻ ശ്രമിക്കുന്നോ അവിടെ ജിഹാദികൾ ഉയർത്താറുള്ള പ്രധാനപ്പെട്ട കാർഡ് എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ എന്ന കാർഡാ. ഇസ്ലാമിനെ ഭയപ്പെടുത്തും, ഇസ്ലാമിനെ എതിർക്കുന്നോ എന്ന കാർഡങ്ങ് അവർ ഉയർത്തും. ഇത് കണ്ട് സാധാരണ മുസ്ലിങ്ങളും ഇവരോടൊപ്പം അങ്ങ് കൂടും. അങ്ങനെയാണ് ഓരോ രാജ്യങ്ങളിലും തീവ്രവാദം ഇവര് വളർത്താറുള്ളത്. നമ്മുടെ കേരളത്തിലും ഇസ്ലാമോഫോബിയ കാർഡ് തീവ്രവാദികള്, തീവ്രവാദ അനുകൂലികള്, ഹമാസ് അനുകൂലികള്, ഹിസ്ബുള്ള അനുകൂലികള്, ഹൂത്തി അനുകൂലികള് ഉയർത്തൽ തുടങ്ങിയിട്ടുണ്ട്. സാധാരണ മുസ്ലിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വളരെ വലിയ രീതിയിൽ ജാഗ്രത പുലർത്തേണ്ട സന്ദർഭം തന്നെയാ. ഇത്തരം കാർഡ് ഉയർത്തുന്നതിലേക്ക് ഓടിക്കയറി അവർക്കൊപ്പം നിന്ന് പ്രകടനം വിളിക്കാൻ നിൽക്കരുത്. നമ്മുടെ രാജ്യത്തെ തന്നെ തകർക്കാനാണ് ജിഹാദികളും തീവ്രവാദികളും ഹിസ്ബുള്ള അനുകൂലികള്, ഹമാസ് അനുകൂലികള്, ഹൂത്തി അനുകൂലികള് നമ്മുടെ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കശ്മീരില് ഒരു തേങ്ങയും നടക്കൂല. കാരണം എന്താ? അവിടെ ശക്തമായ സംവിധാനങ്ങള് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു. പക്ഷെ കേരളത്തില് എന്നും അവസരമുണ്ട് എന്നുള്ളത് തീവ്രവാദികൾ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതിനനുസരിച്ച് കേരളത്തിൽ ഇപ്പോ ജിഹാദിസം ഒരു ഭാഗത്തു കൂടി വലിയ രീതിയിൽ വളരുന്നുണ്ട്. അത് ആരില്ല എന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ലഹരിക്കെതിരെയുള്ള ക്യാമ്പുകള്, ലഹരിക്കെതിരെയുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുമ്പോൾ സകല ആളുകളും തിരിച്ചറിയുക, ഇതെങ്ങനെ വരുന്നു. ഇത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ നമ്മുടെ കേരളത്തെ തീവ്രവാദികളെ, ജിഹാദികള് തിരഞ്ഞെടുത്തു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. അഖിൽ മാരാരൊക്കെ പോലെയുള്ള ആളുകൾ ഇത് വെട്ടി തുറന്ന് പറയുന്നതില് വളരെ വലിയ സന്തോഷമുണ്ട്. സകല ആളുകളും തിരിച്ചറിയണം. അഖിൽ മാരാരും കൃത്യമായിട്ട് പറഞ്ഞു, ഇത് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിഷയമാക്കി ഉയർത്താൻ ജിഹാദികൾ ഇവിടെ ശ്രമിക്കും. അത് സാധാരണ മുസ്ലിങ്ങൾ അതിൽ പെടരുത് എന്ന് കൃത്യമായിട്ടും സകല ആളുകളും തിരിച്ചറിയുക. നമ്മുടെ കേരളത്തില് ജിഹാദിസം, തീവ്രവാദ അനുകൂലികള് വളരുന്നുണ്ട്. അതിന്റെയൊക്കെ തന്നെ റിസൾട്ടാണ് ഇന്ന് വിദ്യാർത്ഥികളില് 23 വയസ്സുള്ള ഒരു വ്യക്തി കൂട്ടക്കൊല നടത്തുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന ബോധമുള്ള ജനത ആലോചിച്ചു നോക്കൂ. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ആസൂത്രണങ്ങൾ നടന്നിട്ടുണ്ടാവില്ലേ? ഇന്ന് ഏത് കടകളിൽ, ഏത് ഒരു കലാലയം എടുത്താൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എടുത്താൽ അതിന്റെ തൊട്ടടുത്തു നിന്ന് ലഹരി കിട്ടാത്ത ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടോ? അത് വിദ്യാർത്ഥികൾക്കറിയാം അതെവിടെ കിട്ടുന്നുള്ളത്. ആ സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളം എത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് പാകിസ്ഥാനിൽ നിന്ന് പോലും 15,000 കോടിയുടെ ലഹരിയ 2023 നമ്മുടെ കടൽ തീരത്ത് നിന്ന്, നമ്മുടെ കേരളത്തിന്റെ തീരത്ത് നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. സകലരും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ, നമ്മുടെ കേരളത്തില് രാജ്യദ്രോഹികള്, തീവ്രവാദികള്, തീവ്രവാദ അനുകൂലികള് വളരുന്നുണ്ട്. ലഹരിക്കെതിരെ നമ്മൾ പ്രചരണം നടത്തുമ്പോൾ അതേപോലെ തന്നെ തീവ്രവാദത്തിനെതിരെയും പ്രചരണം നടത്തിയാൽ മാത്രമേ നമ്മുടെ കേരളം ലഹരിയിൽ നിന്ന് മുക്തി നേടൂ എന്നുള്ളത് സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ.